ഇന്നലെ കേസുകാരൻ്റെ അഭിമുഖത്തിൽ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ മൂന്നാം സർക്കാർ അതെ നിങ്ങളെ അദ്ദേഹം വളരെ ക്ലാരിഫൈ ചെയ്ത് അത് പറഞ്ഞിട്ടുണ്ട്. വളരെ ക്ലാരിഫൈ ചെയ്ത് നിങ്ങൾക്കറിയാമല്ലോ അദ്ദേഹത്തിൻ്റെ സംസാരത്തിൻ്റെ ഇടയിലുണ്ടായ ഒരു സാധനം എടുത്ത് അതിൽ നിന്ന് അദ്ദേഹം നന്നായിട്ട് ക്ലാരിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. അത് ക്ലാരിഫൈ ചെയ്ത് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് 100-ലധികം സീറ്റുമായി വരും എന്നുള്ള പ്രതിപക്ഷ നേതാവിൻ്റെ അവകാശവാദം 100% ശരിയാണ്. പ്രതിപക്ഷ നേതാവ് സതീശന് തെറ്റാറില്ല എന്നാണ് പറഞ്ഞത്. കണക്ക് കൂട്ടൽ അദ്ദേഹത്തിൻ്റെ തെറ്റാറില്ല എന്നാണ് പറഞ്ഞത്. അത് അദ്ദേഹം അദ്ദേഹം എന്നോട് എപ്പോഴും പറയും, നീ തൃക്കാക്കരയിലും അതുപോലെ പുതുപ്പള്ളിയിലും പാലക്കാടും നിലമ്പൂരും പാർലമെൻറ്റ് ഇലക്ഷനൊക്കെ നിൻ്റെ കണക്ക് കറക്റ്റായിരുന്നു. അത് എന്നോട് എപ്പോഴും പറയാറില്ല. അതാണ് എൻ്റെ കണക്ക് കൂട്ടൽ 100-ലധികം സീറ്റുമായി വരും എന്നുള്ള സതീശൻ്റെ കണക്ക് തെറ്റില്ല എന്ന് അദ്ദേഹം പറഞ്ഞത്. പിന്നെ വെറുതെ നിങ്ങൾ പോയി കൺഫ്യൂഷൻ ആക്കായിരുന്നാൽ മതി. അല്ല, അതൊക്കെ അവരെല്ലാം പാർട്ടിക്ക് വളരെ വേണ്ടപ്പെട്ടവരല്ലേ. അതിൽ പലരും അർഹരായ ആളുകളായിരുന്നു മത്സരിക്കാൻ. പലരും അർഹരായ ആളുകളാണ്. ഞങ്ങളും വിഷമത്തോടു കൂടിയും പ്രയാസത്തോടു കൂടിയാണ് സ്ഥാനാർത്ഥികളെ ചിലരെ തീരുമാനിച്ചത്. ഒന്നിലധികം ആളുകൾ വരും. ചിലപ്പോൾ സോഷ്യൽ ബാലൻസിൻ്റെ പേരിൽ കുറച്ചുകൂടി അർഹതയുള്ളവരെ ചിലപ്പോൾ മാറ്റി നിർത്തേണ്ടി വരും. അവരെ എല്ലാവരെയും ഞങ്ങൾ ഹൃദയത്തോട് ചേർത്ത് നിർത്തും. അവരെല്ലാം ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവരും പ്രിയപ്പെട്ടവരുമാണ്. അല്ലാതെ അവർ കഴിവില്ലാത്തവരോ കൊള്ളരുതാത്തവരോ അല്ലെ കൊള്ളില്ലാത്തവരോ മത്സരിക്കാൻ പറ്റാത്തവരോ ആയതുകൊണ്ടല്ല അവരെ മാറ്റിയത്. ഒരാളെയല്ലേ നിർത്താൻ പറ്റുള്ളൂ. ഈ സ്ഥാനാർത്ഥി പട്ടികയിൽ സ്ത്രീകളുടെ പ്രാതിനിധ്യം കുറവാണെന്ന് അതൊക്കെ ഉണ്ട്. അതൊക്കെ സ്ഥാനാർത്ഥി ഉണ്ട്. കുറച്ചുകൂടി കൊടുക്കണമെന്ന് ഞങ്ങൾക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. കുറച്ചുകൂടി കൊടുക്കണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമായിരുന്നു. എനിക്കും തൃപ്തിയില്ല ആ കാര്യത്തിൽ. പോരാ, കുറച്ചുകൂടി കൊടുക്കണം. അവിടെ നിന്നൊരു ഭിന്നത. നിങ്ങളിത് ആരോടെങ്കിലും ചെന്ന് വഴിയിൽ കൂടി പോകണം, ആരോടെങ്കിലും ചെന്ന് നിങ്ങളിങ്ങനെ മൈക്ക് വെച്ചിട്ട് ചോദിച്ചാൽ അയാളെ കൊണ്ട് പ്രവർത്തിച്ചിട്ട് കാര്യമില്ല. അവിടെ മുഴുവൻ പാർട്ടി സംവിധാനം എല്ലാവരും ഇറങ്ങിയിരിക്കുകയാണ്. 48 മണിക്കൂർ എന്തെല്ലാം പണിയാണ് കാണിച്ചത്. മറ്റേ സുധാകരനും അടൂർ പ്രകാശം വെച്ചിട്ട് എന്തോരം പണി. അതെല്ലാം 7 നിലയിൽ പോയില്ലേ, ചീറ്റി പോയില്ലേ. ആരുടെ വിശ്വാസ്യതയാണ് പോയത്? കള്ള വാർത്തകൾ ഉണ്ടാക്കിയ, നുണ ബോംബുകൾ പൊട്ടിച്ച മാധ്യമങ്ങൾ എല്ലാവരും അല്ല. നുണ ബോംബുകൾ പൊട്ടിച്ച, മനഃപൂർവ്വം CPM-ന് വേണ്ടി പണിയെടുക്കുന്ന, അവരുടെ നിന്ന് പണം പറ്റിയിട്ട് ഞങ്ങളെ അപമാനിക്കാൻ ശ്രമിക്കുന്ന ചില മാധ്യമങ്ങൾ 7 നിലയിൽ അവരുടെ ക്രെഡിബിലിറ്റി പൊട്ടിപ്പോയതാണ് കണ്ടത്. 7 നിലയിൽ. ഇപ്പോൾ ജനങ്ങൾ ചിരിക്കുകയാണ് എല്ലാവരും വിളിച്ചിട്ട്. അത് നോക്കിയാൽ നിങ്ങൾക്ക് നല്ലത്, നമുക്ക് കുഴപ്പമൊന്നുമില്ല.